അപ്പോൾ ഓണമായിട്ട് ഞാനും അമ്മയും 2 ദിവസത്തെ ട്രിപ്പ് പോകാം. അപ്പോൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ മൂന്നാറും വട്ടവടയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പോയി നമുക്ക് പൊളിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ വെളുപ്പം രാവിലെ ഒരു 5 മണിയൊക്കെയാണ് വീട്ടിൽ ഇറങ്ങുന്നത്. അപ്പം ഇന്ന് നമ്മൾ മൂന്നാറും കവർ ചെയ്ത് നാളെ രാവിലെയാണ് നമ്മൾ വട്ടവട പോകാൻ. അപ്പം പതുക്കെ കൊണ്ട് നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. കൊല്ലത്ത് ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയുണ്ട് മൂന്നാറെത്താൻ. അപ്പം പതുക്കെ കൊണ്ട് നേരെ നല്ല രീതിയിൽ വെളുത്ത് വന്നു. പക്ഷെ ചെറിയ മഴക്കോളുണ്ട് കേട്ടോ. നമ്മളിപ്പം പത്തനംതിട്ട റാന്നി ആയതേ ഉള്ളൂ, പക്ഷെ ഇവിടെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കോഫിയൊക്കെ കുടിക്കാൻ നടത്തിയിട്ടുണ്ട്. സൂര്യനൊക്കെ പതുക്കെ കൊണ്ട് തെളിഞ്ഞു വരുന്നത് എന്ന് പറയുന്ന റാന്നി പത്തനംതിട്ട റോഡാണ്. നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി, 2 സൈഡ് ഫോറസ്റ്റ് കണ്ടോ. സൂര്യനങ്ങനെ പതുക്കെ തെളിഞ്ഞു വരുന്നത്. രാവിലെ ആയതുകൊണ്ട് റോഡിൽ വലിയ ആളില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. വഴിക്കാണെങ്കിൽ ഒരു ലോഡ് റബ്ബുണ്ടായിരുന്നു. അതേ ഗൈസ് ഒരു 80 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ഇനി മൂന്നാർ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 മണിക്ക് യാത്ര തുടങ്ങിയാണ്. ഇപ്പം ഏകദേശം 9 മണിയായി. ഇത്ര നേരം നമ്മൾ സ്ട്രൈറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു. ഒറ്റ സ്ട്രെച്ച് ചെയ്യുന്നു. നമ്മൾ ഇത്ര നേരം ഓടിച്ചു. നമ്മൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് വീണ്ടും നമ്മൾ യാത്ര പോകാം. അപ്പം നമ്മളൊരു 10 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് മൂന്നാർ അങ്ങോട്ട് കയറി തുടങ്ങി. നമ്മളൊരു ഹൈ റേഞ്ചിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ രാവിലെ ആയതുകൊണ്ട് നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എലിഫൻറ്റ് ക്രോസിംഗ് ഏരിയയിൽ കൂടെയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെ കാണാം. നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ്. ഇവിടെ മൊത്തം ആനപ്പിണ്ടമാണ് കേട്ടോ. അപ്പം ഡെയിലി ആനകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ആനത്താര എന്ന് പറഞ്ഞൊരു സ്ഥലം വഴിയാണ്. അപ്പം ഇവിടെ 30 കിലോമീറ്റർ ഉൾവനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ ബോർഡുകൾ വെച്ചതെന്ന് വെച്ചാൽ ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമെന്നാണ്. ഇത് നമ്മളാ പോകുന്ന വഴിക്ക് തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം ഇത് ഏകദേശം നല്ല ഹൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം വരുന്നത്. അമ്മ എങ്ങനെയുണ്ട്? ഇവിടെ ആണെങ്കിൽ ഒരു ലോഡ് കുരങ്ങന്മാർ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പം നമ്മളൊരു ഉച്ചയായപ്പോൾ തന്നെ മൂന്നാറെത്തി. നമ്മൾ അടുത്തുള്ള ഒരു ജീപ്പ് വിളിച്ചാണ് ഓരോരോ സ്പോട്ടുകളിൽ പോകുന്നത്. നമ്മൾ പോകുന്ന ജീപ്പ് അതാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ. നമ്മൾ ഫസ്റ്റ് വന്നിരുന്നത് വെച്ചാൽ തേയിലത്തോട്ടത്തിലാണ്. നമുക്ക് അത് അതാണ് ഗൈസ് നമ്മളെ തേയിലത്തോട്ടം. ഫുള്ള് കോടയാണ് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത നമ്മൾ വെച്ചാൽ സിപ്പ് ലൈനിലോട്ടാണ്. അപ്പം അവിടെ ചെന്നിട്ട് അതിൽ നമുക്ക് പോകാം. അപ്പം നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ റെഡിയായി. ഇവിടുന്ന് ആ എൻഡ് വരെയാണ് നമ്മൾ സിപ്പ് ലൈൻ വഴി പോകുന്നത്. പിന്നെ അത് കാണിച്ചു തരാം. എനിക്കിത് കുറച്ചെങ്കിലും പേടി തോന്നുന്നത് എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു പേടിയുള്ളായിരുന്നു. ഫോണൊക്കെ സൂക്ഷിക്കുക. സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോളാണ്. ഇപ്പോൾ റിപ്ലി വാട്ടർഫാൾ എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതാണ് വാട്ടർഫാൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ പൊന്മുടി തൂക്കുപാലമാണ്. അവിടെ തന്നെ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ തൂക്കുപാലം ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് അല്ലേ അമ്മ? പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ മലയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരാണ് ഈ പാലം ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. നമ്മൾ അടുത്തായിട്ട് പോയെന്ന് വെച്ചാൽ ഒരു വ്യൂ പോയിന്റിലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇന്നതിന് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഈ മൂന്നാറിലെ ഏറ്റവും ടോപ്പിലെ മലയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നുന്നത്. വെച്ചാൽ ഫുള്ള് നമുക്ക് കാണാം. അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് നമ്മളെ പൊന്മുടി ഡാമാണ്. ഇത് രാജാക്കാട് പൊന്മുടി ഡാമാണ്. ഇടുക്കി ജില്ലയിലുള്ള ഡാമാണ്. ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചത് വയസ്സുണ്ട്. അടുത്ത നമ്മൾ ബോട്ടിങ്ങിനാണ് പോയ ആ ഡാമിൽ തന്നെ ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നമ്മൾ ഈ സ്പീഡ് ബോട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഏകദേശം നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മൾ ബോട്ട് പോകുന്നതും. പിന്നെ കുറച്ച് നേരം നമ്മൾ ആ ഡാമിൻ്റെ നടുക്കൊണ്ട് നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. അപ്പം വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ തന്നെ നമ്മൾ മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ വട്ടവടയിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ഗൈസ്. സോ ആ കാണുന്നതാണ് മൂന്നാർ ടൗൺ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? തണുപ്പൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ രാത്രി തന്നെ വട്ടവടയിലോട്ട് പോവുകയാണ്. ഈ ഏരിയ എന്ന് വെച്ചാൽ എലിഫൻറ്റ് ക്രോസിംഗ്
വൈകുന്നേരം ഒരു 7 മണി ആയതുകൊണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 8 മണിയായപ്പോൾ തന്നെ വട്ടവട എത്തി. അപ്പോൾ വട്ടവട നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം ഗൈസ്. ജോബ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ അടിച്ചത്. അപ്പോൾ ഇത് നമ്മളെ ഡേ 2 ആണ്. നമ്മൾ വട്ടവട ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് ഇപ്പം കറക്റ്റ് വ്യൂ പോയിന്റിലോട്ടൊക്കെ പോവാണ്, വട്ടവടയിലോട്ടുള്ള. അപ്പോൾ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഫോറസ്റ്റിനകത്തോട്ട് കയറിയേക്കുവാണ്. അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാൻ നിർത്താനോ ഒന്നും പാടില്ല, വേസ്റ്റ് ഒന്നും കളയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വഴിയുണ്ട് നമ്മുടെ ഉള്ളി റൂട്ടിൽ നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ് കാണാൻ. എന്ന് വെച്ചാൽ സൈലൻ്റ് ഏരിയ ആണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മൾ ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടി അടിപൊളിയാണ് നമ്മൾ നേരിട്ട് കാണാൻ. നമ്മൾ വട്ടവടയിൽ നിന്ന് ഒരു ജീപ്പ് എടുത്ത് നമ്മൾ വട്ടവടയിലെ കുറച്ച് വ്യൂ പോയിന്റ് ആണ് കാണാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഡ്രൈവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വട്ടവട എന്നിട്ട് വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. അപ്പം അവിടെ പക്ക ഓഫ് റോഡാണ്. നമ്മളപ്പോൾ ഒന്ന് ജീപ്പ് വിളിച്ചാണ് പോകുന്നത്. എന്ത് ഭംഗിയാണെന്ന് പറയുന്നത്. ഈ മലയുടെ അപ്പർ സൈഡ് കൊടൈക്കനാലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് വന്നേക്കുന്നത് വെച്ചാൽ പഴത്തോട്ടം വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ വട്ടവട ഗ്രാമം ഫുള്ള് കാണുന്നുണ്ടോ. സ്ട്രോബെറി കാണുന്ന മൊത്തം സ്ട്രോബെറീസ് ആണ് ഗൈസ്. സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ബാഗിൽ സ്ട്രോബെറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്കൂളിലോട്ട് പോകണം. കഴിച്ച് നമ്മൾ കഴിച്ച് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ വട്ടവടയിലുള്ളൊരു വാട്ടർഫോൾസിലാണ് പോകുന്ന വഴി. ഇതാണ് വാട്ടർഫോൾസ്. അത്യാവശ്യം ഇതേ ഗൈസ് നമ്മൾ വട്ടവടയിലെ സ്പോട്ടുകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നമ്മളെ കാറിൻ്റെ അടുത്ത് വന്നേക്കാണ്. അപ്പോൾ അടുത്ത നമ്മളിനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കാണ്. അപ്പോൾ വട്ടവടയിൽ നമ്മൾ തിരിച്ച് മൂന്നാർ എത്തിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അവിടോട്ട് പോകുന്ന വഴി നല്ല ബ്ലോക്കായിരുന്നു ഗൈസ്. ഇതെന്ന് പറയുന്നത് വെച്ചാൽ മൂന്നാറിൽ നിന്ന് വട്ടവടയിലോട്ട് പോകുന്ന റൂട്ടിലെ തിരക്കാണ്. നിങ്ങൾ വട്ടവട വരുന്നെങ്കിൽ പിറ്റേ ദിവസം രാത്രി വന്നിട്ട് വട്ടവട സ്റ്റേ അടിച്ചിട്ട് വട്ടവട വിസിറ്റ് ചെയ്യുക. അല്ലാതെ മൂന്നാറിൽ നിന്ന് പിറ്റേന്ന് വട്ടവട വരെ നിൽക്കുകയാണെങ്കിൽ ഇത് കണക്ക് ട്രാപ്പായി പോകും നിങ്ങൾ. മൂന്നാറ് ഏകദേശം എത്താറായി വട്ടവടയിൽ. പക്ഷേ ഇവിടുന്ന് നല്ല ബ്ലോക്ക് ഉണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളിതാ ഈ ഒരു ലൈനിൽ നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. തിരിച്ച് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനി രാജപാളയം റോഡിൽ കൂടാണ് പോകുന്നത്. ഇതാണ് റോഡ്. ഇവിടെ നിന്ന് ഒരു വ്യൂ കാണിച്ചത് രാജപാളയം റോഡിലോട്ട് എന്ന് വെച്ചാൽ മൂന്നാറിന് രാജപാളയം റോഡിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് റോഡ് സൈഡിലോട്ട്. എന്ത് ഭംഗിയാണ് വേറെ കാണാൻ. നമ്മൾ മൂന്നാറിൽ നിന്ന് രാജപാളയത്തോട്ട് പോകുമ്പം ഉള്ള വ്യൂസാണ്. ഇത് കണക്ക് ഒരുപാട് സ്പോട്ടുകൾ ഇങ്ങനെ വ്യൂ പോയിന്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി പോകുന്നത് വെച്ചാൽ തമിഴ്നാട്ടിൽ കൂടെ ആണ്. അപ്പം തമിഴ്നാട്ടിൽ വഴിയാണ് നമ്മൾ തേനി പോകുന്നത്. റോഡ് കൊടുക്കാൻ അടിപൊളിയിലേക്കുള്ള നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊരു 8 മണിക്ക് ആയപ്പോഴത്തേക്ക് ഉസുലാംപെട്ടി എത്തി. ആ വഴിയാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഗൈസ്, ഇത് കൊല്ലം മധുര നാഷണൽ ഹൈവേ ആണ്. അപ്പം റോഡ് നല്ല ക്ലിയർ ആയതുകൊണ്ട് ഞാൻ നല്ല കത്തിച്ച് തന്നെയാണ് വിട്ടത്. വട്ടവടയിൽ നിന്ന് ഏകദേശം 2 മണിയോട് അടുപ്പിച്ചാണ് നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മളൊരു 3 മണി അടുപ്പിച്ച് തന്നെ മൂന്നാർ എത്തി. അവിടെ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജപാളയം റൂട്ടായിരുന്നു. രാജപാളയം തേനി റൂട്ടായിരുന്നു. തിരിച്ച് വന്നതെന്ന് വെച്ചാൽ തേനി തെന്മല റൂട്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 6 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കൊരു അരമണിക്കൂർ അങ്ങോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നടത്തുന്നത്. വെളുപ്പരാവിലെ ഒരു 1:30 ആയപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കണം. അപ്പോൾ ഗൈസ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.